എന്താണ് അന്താരാഷ്ട്ര വനിതാ ദിനം? എല്ലാ വർഷവും മാർച്ച് 8-നാണ് ലോകമെമ്പാടും അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്നത്. സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ നേട്ടങ്ങളെ അംഗീകരിക്കുന്നതിനും ലിംഗസമത്വത്തിനുവേണ്ടിയുള്ള പോരാട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനുമാണ് ഈ ദിവസം മാറ്റിവച്ചിരിക്കുന്നത്. ചരിത്രത്തിലൂടെ ഒരു യാത്ര. വനിതാ ദിനത്തിന്റെ തുടക്കം വെറുമൊരു ആഘോഷമായിരുന്നില്ല, മറിച്ച് അതൊരു വലിയ സമരമായിരുന്നു. 1908 ന്യൂയോർക്കിലെ തുണിമിൽ തൊഴിലാളികളായ 15,000 സ്ത്രീകൾ ജോലിസമയം കുറയ്ക്കാനും മെച്ചപ്പെട്ട ശമ്പളത്തിനും വോട്ടവകാശത്തിനും വേണ്ടി തെരുവിലിറങ്ങി. 1909 അമേരിക്കയിലെ സോഷ്യലിസ്റ്റ് പാർട്ടി ഫെബ്രുവരി 28 ആദ്യമായി ദേശീയ വനിതാ ദിനമായി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര അംഗീകാരം. 1910 കോപ്പൻഹേഗനിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ക്ലാര സെറ്റ്കിൻ എന്ന ജർമ്മൻ വിപ്ലവകാരിയാണ് വനിതാ ദിനം അന്താരാഷ്ട്ര തലത്തിൽ ആഘോഷിക്കണമെന്ന ആശയം മുന്നോട്ടുവച്ചത്. 4 മാർച്ച് 8-ലേക്ക് 1917 റഷ്യയിലെ വനിതാ തൊഴിലാളികൾ നടത്തിയ ബ്രെഡ് ആൻഡ് പീസ് ഭക്ഷണവും സമാധാനവും എന്ന സമരത്തെ തുടർന്നാണ് മാർച്ച് 8 എന്ന തീയതി സ്ഥിരമായത്. 1975 ഐക്യരാഷ്ട്രസഭ UN ഇതിന് ഔദ്യോഗിക അംഗീകാരം നൽകി. എന്തുകൊണ്ടാണ് ഈ ആഘോഷം ഇന്നും പ്രസക്തമാകുന്നത്? നമ്മൾ ഒരുപാട് മുന്നേറിയെങ്കിലും ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. തുല്യവേതനം. ഒരേ ജോലി ചെയ്യുന്ന പുരുഷനും സ്ത്രീക്കും ഇന്നും പലയിടങ്ങളിലും ഒരേ ശമ്പളമല്ല ലഭിക്കുന്നത്. വിദ്യാഭ്യാസം. ദാരിദ്ര്യം കാരണം പെൺകുട്ടികളുടെ പഠനം പാതിവഴിയിൽ നിലച്ചുപോകുന്ന സാഹചര്യം ഇന്നും നിലനിൽക്കുന്നു. സുരക്ഷ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കുക എന്നത് ഇന്നും വലിയൊരു വെല്ലുവിളിയാണ്. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റം. കേരളത്തിന്റെ വികസനത്തിൽ സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് കുടുംബശ്രീ. ലോകത്തിന് തന്നെ മാതൃകയായ വലിയൊരു സ്ത്രീ കൂട്ടായ്മയാണിത്. സാമ്പത്തിക സ്വയംപര്യാപ്തതയിലൂടെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഇത് ആത്മവിശ്വാസം നൽകി. വിദ്യാഭ്യാസരംഗം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്ത്രീ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് നമ്മുടേത്.